ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 5 പേർ കൺഫേംഡ് ആയിരിക്കുകയാണ്. അതെ, കൺഫർമേഷൻ പോയി തുടങ്ങി. പക്ഷെ പ്രൊമോയും കാര്യങ്ങളൊന്നും തന്നെ വന്നു തുടങ്ങിയില്ല. ഇതിനു മുന്നേ കൺഫേംഡ് ആയ ആരൊക്കെയാണ് ആ 5 പേര്? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണോ അതോ ആർട്ടിസ്റ്റുകളാണോ? ഏതാണ് അവരുടെയൊക്കെ കാറ്റഗറികൾ? എന്തായാലും എൻ്റെ പൊന്നു മക്കളെ സീസൺ 7 കലക്കും. കാരണം ആ രീതിയിലുള്ള കൺഫർമേഷൻസ് ആണ് പോയി തുടങ്ങുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. 100% കൺഫേംഡ് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് സീസൺ 7ൽ വരാൻ പോകുന്നത്. ഭയങ്കര അധികം പോപ്പുലാരിറ്റി നേടുന്ന ആൾക്കാരായിരിക്കും സീസൺ 7ൽ ഉണ്ടാവാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ആ വ്യക്തികൾ? അതോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയ്ക്കകത്തുണ്ട് പറയാൻ. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, 5 or 6 പേർക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ കൊടുത്തു എന്നാണ് അറിയാൻ പറ്റിയത്. അവരെ ലോക്ക് ആക്കി കഴിഞ്ഞു. മീൻസ് സീസൺ 7ലേക്ക് അവർ കൺഫേംഡ് ആണ്. പക്ഷെ അത് ആരൊക്കെയാണ് എന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് അവ്യൂഹങ്ങൾ ഉണ്ട്, അതോടൊപ്പം തന്നെ കുറച്ച് വിവരങ്ങളും ഉണ്ട്. അപ്പം സെലക്ട് ആവാൻ ഏതാണ്ട് സാധ്യതയുള്ളവർ, ഭയങ്കര സാധ്യതയുള്ള 5 പേരുടെ പേരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്നു 100% അല്ല, 100% 6 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഏതാണ്ട് ചിലപ്പം ഞാൻ ഈ പറയുന്ന പേരുകൾ കൺഫേംഡ് ആയവരുണ്ടാവാം, 100% ഉള്ളവരുണ്ടാവാം. എന്നാലും ഒരു 90% സാധ്യത കാണുന്ന 5 പേരുകളാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അറിയുന്ന പേരുകൾ അറിയുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ വന്ന് പറയാം. അപ്പൊ ഏതാണ്ട് നിങ്ങൾ ഏതാണ്ട് ഉറപ്പിച്ചോ. ഇപ്പൊ 5 പേരില്ലെങ്കിലും ഒരു 2 പേരെങ്കിലും അല്ലെങ്കിൽ ഒരു 3 പേരെങ്കിലും ഇതിൽ നിന്ന് കാണാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയാണ് അറിയുന്ന വിവരം. ഓക്കെ, അപ്പൊ ഞാൻ പേരുകൾ പറഞ്ഞു തുടങ്ങുവാണ്. ഒന്നാമത്തെ പേര് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ തന്നെ പറയുന്നുണ്ട്, മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഓഡീഷൻ ലിസ്റ്റിലൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് എനിക്കറിയില്ല, ഞാൻ ബിഗ് ബോസ് ആയിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടില്ല, എനിക്ക് ബിഗ് ബോസ് ആയിട്ട് ബന്ധമില്ല. പക്ഷേ ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അനുമോളാണ് ബിഗ് ബോസ് സീസൺ 7ലേക്ക് എന്താ പറയാ കൺഫേംഡ് ആവാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥി. കൺഫേംഡ് ആകാൻ സാധ്യതയുള്ള, നേരത്തെ മുന്നേ പറഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല, ഓഡീഷൻ ലിസ്റ്റ് അല്ല, ഒന്നുമല്ല, കൺഫേംഡ് ആവാൻ സാധ്യതയുള്ള ബിഗ് ബോസ് ആണ്. സോ സാധ്യത എന്ന് പറഞ്ഞാലും കൺഫേംഡ് എന്ന് പറഞ്ഞാലും കേറിയാൽ കേറി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇന്റർവ്യൂ എത്ര അറ്റൻഡ് ചെയ്തില്ല എന്നും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാലും ഞാൻ അറിഞ്ഞ വിവരം ഇങ്ങനെയാണ്. അനുമോൾ ഏതാണ്ട് കൺഫേംഡ് ആണ് എന്നാണ് നമുക്ക് നോക്കാം, പറയാൻ പറ്റില്ല. അടുത്ത രണ്ടാമത്തെ പേര് ഞാൻ എൻ്റെ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് കൺഫേംഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്ന ഒരു പേരാണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മുന്നേ അമ്പിളി ദേവിയുടെ എക്സ് ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ഹസ്ബൻഡ് ആണോന്ന് എനിക്ക് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. പേര് ആദിത്യൻ ജയൻ, ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആദിത്യൻ ജയൻ അറിയാവോ? അപ്പൊ ആദിത്യൻ ജയനും ഏതാണ്ട് കൺഫേംഡ് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ പേര് കോൺട്രവേഴ്സി ക്വീൻ ഓഫ് 2025 ആരാ? ഈ ജനുവരി മുതൽ ജൂൺ വരെയും ട്രെൻഡിങ് നിൽക്കുന്ന ആളാണ്. കോൺട്രവേഴ്സി, ട്രെൻഡിങ്, എയർ, ട്രോൾ എല്ലാം ഉണ്ട്. മറ്റാരുമല്ല, നമ്മുടെ രേണു സുധി. അതെ, രേണു സുധിയും പറയുന്നുണ്ട്, എനിക്കറിയില്ല, എന്നെ ബിഗ് ബോസ് വിളിച്ചിട്ടില്ല, എനിക്കിതിനെ കുറിച്ച് അറിയില്ല, വിളിച്ചാൽ ഞാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രേണു സുധിയും ഏതാണ്ട് സീസൺ 7ൽ കൺഫേംഡ് ആയി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. അടുത്ത് നാലാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ ആങ്കർ ആയിട്ടുള്ള രോഹൻ ലോണ. രോഹൻ ലോണയും ഇതിനെക്കുറിച്ചൊന്നും ഒന്നുമേ മിണ്ടുന്നില്ല. പക്ഷെ രോഹൻ ലോണയും ഏതാണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അടുത്ത അവസാനത്തെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പൊ ഒന്ന് പൊങ്ങി കയറിയൊക്കെ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആയിട്ടുള്ള, കുറച്ച് നാൾ മുന്നേ ഏഷ്യാനെറ്റിൽ ഒരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പേര് അവന്തിക മോഹൻ. ഏഷ്യാനെറ്റിലെ മുന്നേ തൂവൽ സ്പർശം എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നേ, ആ സീരിയലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അവന്തിക മോഹനും സീസൺ 7ൽ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അറിയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, 6 പേര് കൺഫേംഡ് ആയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇതിനകത്ത് നിന്നും ആ 1 or 2 ആ 6 പേരിൽ ചിലപ്പോൾ ഒരാളോ 2 പേരോ ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം, അതും എനിക്കറിയില്ല. പക്ഷെ അറിയാവുന്ന കാര്യം ഇതാണ്,
ഇവരിൽ ഞാൻ ഈ പറഞ്ഞ 5 പേരിൽ നിന്നും ആരെങ്കിലും ഉണ്ടാവും. ഈ പറഞ്ഞ 5 പേരിൽ നിന്നും ഏതാണ്ട് ഓക്കെ ആയി എല്ലാം കയറ്റും. ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അനിമോളും കാണും, ആദിത്യൻ ജയനും കാണും, രോഹൻ ലോണയും കാണും. ഇത് 3 എനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. നമുക്ക് പിന്നെ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ട്രോളാനും തലമണ്ടേ കയറാനും എയറിലൊക്കെ വരുന്നതിന് മുന്നേ വീഡിയോസ് വ്യക്തമായി കാണുക, എന്താണ് അതിനകത്ത് പറയുന്നതെന്ന് കേട്ട് നോക്കാം. നമുക്ക് നോക്കാം. ഈ 5 പേരും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അനിമോളീസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര ജെനുവിനിറ്റി അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ നേരിട്ടൊക്കെ ഇടപഴകുന്ന ഒരാളാണ് അനിമോള്. രണ്ടാമത് രോഹൻ ലോണയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ എന്തും നേരിടാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്തും സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ പറയുന്ന രോഹൻ ആങ്കർ. അടുത്ത് നമ്മുടെ രേണുസുതിയുടെ കാര്യം പറയുകയാണെങ്കിൽ അറിയാമല്ലോ, ഇത്രയും കോൺട്രവേഴ്സിയിൽ നിന്നിട്ടും രേണുസുതി ആ ഒരു ധൈര്യം കൈവിടാതെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരാളും ആദിത്യൻ ജയനും അത്യാവശ്യം സംസാരിച്ച് നിൽക്കാനും സംസാരിക്കാനും അറിയാവുന്ന ആൾ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഫെയിമായിട്ടുള്ള നമ്മുടെ അവന്തിക മോഹൻ. അപ്പോൾ ഇവർ 5 പേരും ഏതാണ്ട് വെറൈറ്റി ക്യാരക്ടേഴ്സ് ഉള്ളവരാണ്, അല്ലെങ്കിൽ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്നവരാണ്. ബിഗ് ബോസ് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആകാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് നോക്കാം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഏതാണ്ടെന്ന് ഉറപ്പിച്ചോളൂ, ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം വഴിയെ കിട്ടുമ്പോൾ അറിയിക്കാം. ഓഡീഷൻ ഇതുവരേക്കും തീർന്നിട്ടില്ല, നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓഡീഷൻ. നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് അറിയുമ്പോൾ അറിയിക്കാം. ഇനി കോമണാസ് പ്രൊമോയുടെ കാര്യം, പ്രൊമോസ് ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീണ്ടും കോമണാസ് ഉണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കോമണാസ് പ്രൊമോ ഉണ്ട്, അത് ഏതാണ്ട് വരാൻ സമയമായിട്ടുണ്ട്. അത് വരട്ടെ. ഓക്കെ, ചിലപ്പോൾ ഇപ്പോഴും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വരാം, ചിലപ്പോൾ ഇന്ന് വരാം, നാളെ വരാം. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റാണ്, ഞാൻ എയറിൽ കയറിയല്ലോ. അതുകൊണ്ട് ഇനിയും വീണ്ടും എയറിൽ കയറാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും സ്ട്രെസ് ചെയ്യുന്നില്ല കൂടുതൽ. നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടി. നമ്മൾ വേവോളം കാത്തിരുന്നില്ലേ, കുറച്ചുകൂടി നിങ്ങൾ കാത്തിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോമണാസ് പ്രൊമോ വരും. അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം, അടുത്ത അപ്ഡേറ്റ് വരാം. പ്രൊമോ ഉടനെ നിങ്ങൾ പ്രതീക്ഷിച്ചോ, 1 മാസം ആവാൻ പോവുകയാണ്. അടുത്ത പ്രൊമോ വരും. അത് കോമണർ തന്നെയാണ്, മിക്കവാറും കോമണർ തന്നെയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരെണ്ണം വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ദയവ് കരുതി സഭ്യമായ ഭാഷകൾ കമൻറ്റ് ബോക്സിൽ ഉപയോഗിക്കുക. ഞാൻ ഒത്തിരി കാണുന്നുണ്ട് കമൻറ്റ് ബോക്സിലെ തെറിവിളികളും കാര്യങ്ങളും ഒക്കെ. ഞാൻ ആരെയും ഹൈഡ് ചെയ്തിട്ടില്ല, ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല, അതെല്ലാം 0യാണ്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ നല്ല എല്ലാവരുടെ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാനാണ് കമൻറ്റ് ബോക്സ് തുറന്നിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഓഫാക്കാം. അപ്പം നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാനൊരു അവസരം തരുമ്പോൾ എന്തും പറയാം എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യരുത്. കാരണം ഇത് ബിഗ് ബോസ് ആണ്, ബിഗ് ബോസിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മീൻസ് അറിയാമല്ലോ, ഫൈനലായി സെലക്റ്റഡായി ആ വീട്ടിൽ നമ്മുടെ വലതുകാലം എടുത്ത് വെച്ച് ആ ഡോറ് ക്ലോസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ വി ആർ ഇൻ അല്ലെങ്കിൽ ഐ ആം ഇൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ മാത്രം കാണുക. എല്ലാ വർഷവും ഞാൻ പറയുന്ന കാര്യമാണ്, ഇത്തവണ അത് തന്നെ പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.